നമ്മുടെ രാജ്യത്ത് 130 കോടിയിലധികം ജനങ്ങൾ അധിവസിക്കുന്നു. പ്രധാനപ്പെട്ട 6 മതങ്ങളുണ്ട്. 6400 ജാതികൾ ഉണ്ട്. 22 ഭാഷകൾ സംസാരിക്കുന്നു. 1600 പ്രാദേശിക ഭാഷകളും നമ്മുടെ രാജ്യത്തുണ്ട്. 29 സംസ്ഥാനങ്ങളിലായി, കേന്ദ്രഭരണ പ്രദേശങ്ങളിലായി വലിയൊരു രാജ്യമാണ് നമ്മുടേത്. ഈ രാജ്യത്തെ ജനങ്ങൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരാണ്. ഈ വ്യത്യസ്തതയാണ് ഇന്ത്യ രാജ്യത്തെ സമ്പന്നമാക്കുന്നത്. വിവിധ ജാതികളും മതങ്ങളും മതമില്ലാത്തവനും ചേർന്നുകൊണ്ടുള്ള ഏകോദര സാഹോദര്യം. ഈ സാഹോദര്യത്തെ തകർത്തുകൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കാൻ കഴിയില്ല. താൽക്കാലികമായ നേട്ടങ്ങളുണ്ടായാലും ഈ രാജ്യം ഛിന്ന ഭിന്നമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ തമ്മിൽ തല്ലി ബ്രിട്ടീഷുകാരൻ്റെ ആ ഭിന്നിപ്പിക്കുന്ന ഭരണം, ഭിന്നിച്ചുള്ള ഭരണം, അല്ലെങ്കിൽ പരസ്പരം കലഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിയാൽ തീർച്ചയായും ഈ രാജ്യം നിലനിൽക്കുകയില്ല. അഥവാ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവന ചെയ്യുന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് രാജ്യം ഭരിക്കുന്നവരുടെ ലക്ഷ്യമെങ്കിൽ അവരുടെ ലക്ഷ്യം 3 വിഭാഗങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ തകർക്കപ്പെടേണ്ടത് ഒന്ന് കമ്മ്യൂണിസത്തെയാണ്, മറ്റൊന്ന് മുസ്ലിം സമൂഹത്തെയാണ്, മൂന്നാമതായി ക്രൈസ്തവ സമൂഹത്തെയാണ്. ഈ 3 വിഭാഗവുമാണ് ഇവരുടെ ശത്രുക്കള്. ഇവരെവിടെയുണ്ടോ അവിടെ അവരാക്രമിക്കാനും ആരാധനാലയങ്ങൾ തകർക്കാനും ഭരണകൂടം ഒത്താശ ചെയ്യുമ്പോൾ അതിനെതിരെ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പോലെയുള്ള ഒരാൾ ആർജവത്തോടെ മുന്നോട്ട് വന്നത് ഈ രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, രാജ്യത്തിൻ്റെ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ നിയമത്തിന് പോരാടണം. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ നിയമത്തെ അറബിക്കടലിൽ വലിച്ചെറിയാനുള്ള പ്രയാണത്തിന് ഞങ്ങളുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ എല്ലാ പിന്തുണകളും അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.